ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിൻസ്. ഈ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ ഫ്ലാറ്റ് വാങ്ങുന്ന ആളുകൾ നേരിടുന്ന ഒരു പ്രോബ്ലം, അതുകൂടാതെ ഒരു പ്രൊജക്റ്റ് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു റീസണബിൾ റേറ്റിൽ 3 BHK ഫ്ലാറ്റുകൾ ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റ് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഫ്ലാറ്റ് വാങ്ങുന്ന ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ കയ്യിലുണ്ടെങ്കിൽ പോലും ഇന്നൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു 1500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള ഒരു 3 BHK ഫ്ലാറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ നമ്മളുടെ വാട്സപ്പ് ചാറ്റ് ലിങ്ക് വഴി നിങ്ങൾ ബഡ്ജറ്റ് എല്ലാം സെലക്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പം 1 കോടി രൂപയ്ക്ക് ബഡ്ജറ്റ് ഉള്ള ആളുകൾ ശരിക്കും ആയിരക്കണക്കിന് ജെനുവിൻ ആയിട്ടുള്ള ബയ്യേഴ്സ് നമ്മുടെ ഡാറ്റാബേസിൽ തന്നെയുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്കൊന്നും കൊച്ചിയിൽ ഫ്ലാറ്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു വലിയൊരു പ്രോബ്ലം തന്നെയല്ലേ? കാരണം 1 കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ല അല്ലെ? തീർച്ചയായിട്ടും വലിയൊരു എമൗണ്ട് തന്നെയാണ്. പക്ഷേ അതിനൊരു 3 BHK ഫ്ലാറ്റ് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ കൊച്ചി സിറ്റി ലിമിറ്റ്സിലൊക്കെ പ്രീമിയം ബിൽഡേഴ്സിന്റെ ഫ്ലാറ്റുകളുടെ റേറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 BHK ഫ്ലാറ്റുകൾക്ക് തന്നെ ഇന്ന് 1 CR ആവുന്നുണ്ട് അല്ലെ? 1 കോടി രൂപയ്ക്ക് ഇന്ന് 2 BHK ഫ്ലാറ്റുകളാണ് ലഭിക്കുക. തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൊല്യൂഷൻ ഉണ്ട്. 1 കോടി രൂപയ്ക്ക് താഴേക്ക് നിങ്ങൾക്ക് 3 BHK ഫ്ലാറ്റുകൾ ലഭിക്കുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലഭിക്കും. അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓൺഗോയിങ് പ്രൊജക്ടുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ ഈ കൊച്ചി സിറ്റി ലിമിറ്റ്സിൽ മെയിൻ ആയിട്ടുള്ള ഏരിയയിൽ ഇപ്പം എടപ്പള്ളി, കല്ലൂർ, പാലാരിവട്ടം, കാക്കനാട് ഇങ്ങനെയുള്ള ഏരിയയിൽ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്ര ഉയർന്ന വില കൊടുത്ത് മേടിക്കേണ്ടി വരുന്നത്. കാരണം ഇപ്പോൾ ഇവിടേക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കണമെങ്കിൽ തന്നെ ഒരു 1,30,00,000 മുതൽ അങ്ങോട്ട് വില കൂടുന്നുണ്ട്. അതായത് ഒരു ആവറേജ് ഒരു എല്ലാം ചെയ്തു വരുമ്പോൾ ഒരു 1.5 കോടി രൂപ നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റി ലിമിറ്റ്സിൽ നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ നിലവിൽ അധികം ഡെവലപ്മെന്റ് വരാത്ത എന്നാൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റുകൾ വരാൻ സാധ്യതയുള്ള ടൗണുകൾ കൊച്ചി സിറ്റിക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അത്തരം ടൗണുകൾ നിങ്ങൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 ബെനിഫിറ്റ് ആണ് ലഭിക്കുക. ഒന്ന്, നിങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടും. അതുകൂടാതെ നല്ലൊരു അപ്രിസിയേഷൻ, നല്ലൊരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ ലഭിക്കും. കാരണം ഇത്തരം ടൗണുകളിൽ ഇപ്പോൾ ഫ്ലാറ്റുകളുടെ വില കുറവായിരിക്കും. പക്ഷേ ഭാവിയിൽ അങ്ങോട്ടാണ് വികസനങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അപ്രിസിയേഷൻ ലഭിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്കമാലി ടൗൺ പോലുള്ള ഒരു ഏരിയയിൽ ഫ്ലാറ്റ് വാങ്ങിച്ചുകൂടാ? ഞാൻ അങ്കമാലി ടൗണിനെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇനി കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ വരാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്ന അങ്കമാലി ഏരിയയാണ്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത ഈ ഒരു പിങ്ക് ലൈൻ മെട്രോന്റെ വർക്ക് കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിലേക്കാണ്. ഈ എയർപോർട്ടിലേക്കുള്ള മെട്രോന്റെ വർക്ക് കഴിഞ്ഞാൽ അത് നേരെ എക്സ്പാൻഡ് ചെയ്യുന്നത് അങ്കമാലി ടൗണിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മെട്രോ ആക്സസ് അവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ വേറൊരു റോഡ് ഇപ്പൊ നിങ്ങൾക്ക് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാക്കനാട് വർക്ക് ചെയ്യുന്നവർക്കും അങ്കമാലിയിൽ ഫ്ലാറ്റ് വാങ്ങാം. ഒരു 4 ലൈൻ ഹൈവേ വരികയാണല്ലോ. ഇതുകൂടാതെ വലിയൊരു വികസനം വരുന്നുണ്ട്. അതായത് കേരളത്തിലെ ആദ്യത്തെ 8 വരി പാത വരുന്നത് അങ്കമാലി കരയാമ്പറമ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ അങ്കമാലി ടൗൺ ഒക്കെ അതിനുള്ളിൽ വരും. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റുകൾ വരാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അങ്കമാലി ടൗൺ ആയിരിക്കും. പിന്നെ മാത്രമല്ല, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്ത് വരാൻ പോകുന്ന ഡെവലപ്മെന്റുകളെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. എയർപോർട്ട് ബേസ് ചെയ്ത് വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റുകളാണ് വരാൻ പോകുന്നത്. ഈ ഡെവലപ്മെന്റിന്റെ ഒക്കെ ശരിക്കും ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് അങ്കമാലി ഏരിയയിലേക്കാണ്. അപ്പോൾ അവിടെ നിങ്ങളൊരു ഫ്ലാറ്റ് സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിയിൽ ഏതൊരു ലൊക്കേഷനിലും വന്ന് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് എത്താനും നല്ല ആക്സസിബിലിറ്റി ഉള്ള എല്ലാത്തരം സൗകര്യങ്ങളും ഭാവിയിൽ ലഭ്യമാകാൻ പോകുന്ന ഒരു ടൗൺ ആയിട്ട് ഇപ്പോൾ അങ്കമാലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലിയിലാണ് ഇനി വലിയ വികസനങ്ങൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് അങ്കമാലി നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അത്തരത്തിൽ അങ്കമാലിയിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ബിൽഡർ നേരിട്ട് നൽകിയിരിക്കുന്ന ഒരു പരസ്യമാണ്. ഞാൻ സ്ക്രീനിൽ ബിൽഡറിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബിൽഡറെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ബ്രോക്കർ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഫ്ലാറ്റുകൾ സ്വന്തമാക്കാനും സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം വലിപ്പമുള്ള 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റൊക്കെ നിങ്ങൾക്ക് 1 കോടി രൂപയ്ക്ക് താഴെ ലഭിക്കും എന്നുള്ളതാണ്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എറണാകുളം ജില്ലയിൽ അങ്കമാലി ടൗണിന്റെ ഹൃദയഭാഗത്ത് KCB ഓഫീസിന് ഓപ്പോസിറ്റ് ആയാണ് ഈ പ്രൊവിഡൻസ് സുരഭി അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. പ്രൊവിഡൻസ് ലൈഫ് സ്പേസ് ബിൽഡറാണ് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്കമാലി ടൗണിൽ തന്നെ 6 പ്രൊജക്ടുകൾ ഇവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് 7ാമത്തെ പ്രൊജക്ട് ആണ്. 2028 ഈ പ്രൊജക്ട് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ ഫ്ലാറ്റുകളുടെ വാല്യൂവും വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിനും താമസത്തിനും ഒരുപോലെ അനുയോജ്യമാണ് ഈ ഫ്ലാറ്റുകൾ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫ്ലാറ്റിന്റെ ഒരു 3D വീഡിയോ ആണ്. ഇതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ്. മൊത്തം 12 നിലകളാണ് ഈ അപ്പാർട്ട്മെന്റിന് വരുന്നത്. ഇവിടെ 2 and 3 BHK ഫ്ലാറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ 2 BHK ഫ്ലാറ്റുകളെല്ലാം തന്നെ വിൽപ്പന പൂർത്തിയായിട്ടുണ്ട്. ഇനി 9 3 BHK ഫ്ലാറ്റുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1513 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 BHK ഫ്ലാറ്റിന്റെ ഒരു 3D വീഡിയോ ആണ്. ഈ ഫ്ലാറ്റിന് സാമാന്യം സ്പേഷ്യസ് ആയ ലിവിംഗ് ഏരിയ, ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് സാമാന്യം വലുപ്പമുള്ള ഡൈനിങ് ഏരിയയോട് ചേർന്ന് സ്പേഷ്യസ് ആയ കിച്ചൺ, കൂടാതെ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസും ഈ ഒരു പ്രൊജക്ടിന് ലഭ്യമാണ്. സ്വിമ്മിംഗ് പൂൾ, വെൽ എക്യുപ്ഡ് ആയ ജിം, പാർട്ടി ഹാൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഗസ്റ്റ് റൂം, EV ചാർജിംഗ് സ്റ്റേഷൻസ്, 24 hour സെക്യൂരിറ്റി സർവീസ് എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ്. പിന്നെ ഈ ഫ്ളാറ്റിന് തൊട്ടടുത്തായി തന്നെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, KSRTC ബസ് സ്റ്റാൻഡ്, മിനി സിവിൽ സ്റ്റേഷൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു. കൂടാതെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നുള്ളത്. മാത്രമല്ല എയർപോർട്ടിലേക്ക് 6 കിലോമീറ്റർ ദൂരത്തിലും എത്തിച്ചേരാവുന്നതാണ്. 1513 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 BHK ഫ്ളാറ്റുകൾക്ക് ഇവിടെ വില ആരംഭിക്കുന്നത് 98 ലക്ഷം രൂപ മുതലാണ്. ഇതേ ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഇതേ വലിപ്പമുള്ള ഫ്ളാറ്റ് നിങ്ങൾ കൊച്ചി ടൗണിൽ നോക്കുകയാണെങ്കിൽ ഒരു 20 മുതൽ 30 ലക്ഷം രൂപ വരെ അധികം നൽകേണ്ടി വരും. അങ്കമാലി ടൗണിൽ ഒരുപാട് വികസനങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രിസിയേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത്തരം ഫ്ളാറ്റുകളുടെ വില ഒരു 1.5 കോടി രൂപയിലേക്കെങ്കിലും എത്തുന്നതാണ്. ബിൽഡറുടെ നമ്പറാണ് സ്ക്രീനിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബിൽഡറെ കോൺടാക്ട് ചെയ്ത് ബ്രോക്കർ കമ്മീഷനോ മറ്റു സർവീസ് ചാർജുകൾ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് ഫ്ളാറ്റുകൾ സ്വന്തമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.